അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് പൈസ ഇട്ട് തന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും പറയണത് ആ കിട്ടിയ ഫണ്ട് കൊണ്ട് കല്യാണം കഴിച്ചവനല്ലേ. കുളം ക്ഷേത്രത്തിൽ ഒരു കല്യാണം നടക്കുന്നതിന് മാക്സിമം ഒരു 6000 രൂപയാണ് ചിലവുള്ളത്. അതിനിപ്പോൾ അമ്മയുടെ ചികിത്സാ സഹായ ഫണ്ടിൽ നിന്നെടുത്ത് കല്യാണം. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ റിയാക്ഷൻ ആണ്. ഇന്റർവ്യൂ വേറെ ആരുടെയല്ല, കഴിഞ്ഞ ദിവസം കല്യാണം കഴിച്ച് ചെറുതായിട്ടൊന്ന് വൈറലായ, ചെറുതായിട്ടൊന്ന് വിവാദത്തിലായ സോജൻ അച്ചായന്റെ സ്വന്തം ആതിരയുടെയും ഇന്റർവ്യൂ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇന്റർവ്യൂ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി പറയുന്നുണ്ട്. ഇവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറേ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഏറ്റവും കൂടുതൽ വിവാദമായത് ഈ പുള്ളി പൈസ ദൂർത്തടിച്ച് കളയാണ്. ആ പൈസ എന്ന് പറയുന്നത് അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി പുള്ളി കുറേ പൈസ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ആ പൈസയാണ് ഈ ദൂർത്തടിച്ച് കളയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ ആൾക്കാരും കമന്റ്സ് ഇട്ടത്. അങ്ങനെയാണ് ഈ ഒരു സംഭവം ചെറുതായിട്ടൊന്ന് വിവാദത്തിലാകുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി പുള്ളിക്കാരൻ ആ ഇന്റർവ്യൂവിൽ തരുന്നുണ്ട്. നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ എനിക്ക് പലരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കും. നമ്മുടെ സ്വന്തം അച്ചായന്റെ ആതിരക്കുട്ടിയും വെൽക്കം ടു അവർ ഷോ. എന്താണ് കല്യാണം ആദ്യം കൺഗ്രാറ്റ്സ്. എല്ലാവിധ എന്താ പറയുക, നവദമ്പതികൾക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ജാങ്കോ സ്പേസിറ്റി എങ്ങനെ എന്താണ് കല്യാണമൊക്കെ ആയിട്ട് എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു? എവിടെ? ഞങ്ങളുടെ ട്രിപ്പ് ഇന്നലെ കഴിഞ്ഞുള്ളൂ. അമ്പലത്തിൽ വീട്ടിലേക്കും പിന്നെ എന്നും പറയാം എമ്പുരാൻ കാണാൻ വേണ്ടി ഇന്നത്തെ മെയിൻ വിശേഷം അതാണ്. എന്നിട്ട് എന്താണ് എമ്പുരാൻ കണ്ടിട്ട്? കുളംകുഴപ്പില്ല. ഓക്കെ, അടിപൊളി. ഇതെങ്ങനെയാണ് നമുക്ക് സംഭവിച്ചത്? ഈ വളരെ കുറച്ച് ദിവസം കൊണ്ട് എന്താ പറയാ, ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ സംസാരിച്ചതാണ്, പെട്ടെന്നാണ് അറിയുന്നത് ഇതേ കല്യാണം കഴിക്കുന്നത്. ഇതെങ്ങനെയായിരുന്നു? എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ഇവിടെ അമ്മ. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങും പോയിട്ടില്ല, നാട്ടിൽ തന്നെ ഉണ്ടെന്നാണ് അച്ചായൻ പറയുന്നത്. ഇവിടെ ട്രിപ്പ് പോവാണ്, ഹണിമൂണിന് മൂന്നാർക്ക് ട്രിപ്പ് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ റീലിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ്സ് ഇട്ടത്. ആ റീലിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് ആണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഈ കമന്റ്സ് മൊത്തം ഈ ഒരു അമ്മയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് പൈസ പിരിച്ചതിനെ കുറിച്ചാണ്. അങ്ങനെ പിരിച്ചെടുത്ത പൈസയല്ലേ ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്നത്? BMW ഒക്കെ എടുത്ത് മൂന്നാർക്ക് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പൈസയൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ പൈസയൊക്കെ എവിടുന്നാണ് എന്ന ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കമന്റ് സെക്ഷനിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇവര് ഇതുവരെ എങ്ങും പോയിട്ടില്ല, നാട്ടിൽ തന്നെ ഉണ്ടെന്നാണ് സോജൻ അച്ചായൻ പറയുന്നത്. ഇനി ഈ പൈസയെ കുറിച്ചിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പുള്ളിക്കാരൻ ഒരു മറുപടി പറയുന്നുണ്ട്. നമുക്ക് ആ മറുപടി ഒന്ന് കേട്ടു നോക്കാം. കേട്ടിട്ടുണ്ട്. അമ്മയുടെ ചികിത്സക്കായിട്ട് പൈസ ഇട്ട് തന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും പറയണത് ആ കിട്ടിയ ഫണ്ട് കൊണ്ട് കല്യാണം കഴിച്ചവനല്ലേ. കംപ്ലീറ്റ് അതായത് ഇപ്പൊ ഈ കളവൻകുളം ക്ഷേത്രത്തില് ഒരു കല്യാണം നടക്കുന്നതിന് മാക്സിമം ഒരു 6000 രൂപയാണ് ചിലവുള്ളത്. അതിനിപ്പോ അമ്മയുടെ ചികിത്സാ സഹായ ഫണ്ടിൽ നിന്നെടുത്ത് കല്യാണം കഴിക്കേണ്ട ആവശ്യം വന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ തന്ന പൈസകൾക്ക് ഒത്തിരി പേര് പൈസ തന്നിട്ടുണ്ട്. തന്ന എമൗണ്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ 1 രൂപ തൊട്ട് 100 രൂപ വരെ തന്നവരും 10,000 തന്നവരൊക്കെ ഉണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞ എമൗണ്ട് വന്നത് 1, 2, 3 പേര് മാത്രമേ ഉള്ളൂ. ഇതെന്താ വിഷയം എന്നറിയാമോ? അച്ഛൻ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും. പൈസ വാങ്ങിച്ചതിന് ശേഷം ഇപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ, അമ്മയ്ക്ക് ഡിസ്ചാർജ് ചെയ്യണം, 6 ലക്ഷം രൂപ വേണം, ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു 3-4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് 1 മാസമേ ആയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പൈസ ദൂർത്തടിക്കുന്നു, BMW കാണിക്കുന്നു, മൂന്നാർക്ക് പോകുന്നു, കല്യാണം കഴിയുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഉള്ളിൽ സംശയം ഉണ്ടാകും. അപ്പോൾ ആ സംശയത്തിന്റെ പുറത്ത് ആൾക്കാർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് ആൾക്കാരുടെ ഉള്ളിൽ എല്ലാവർക്കും സംശയം ഉണ്ടാകും. കാരണം അവർ പൈസ കൊടുക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ 100 രൂപ മുതൽ 1 രൂപ വരെ ഇട്ട് തന്നിട്ടുള്ള ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് സംശയമാകും. അവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അമ്മയ്ക്ക് ചികിത്സയ്ക്കാണെന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും പൈസ തരും. അപ്പൊ അങ്ങനെ അവര് കരുണയോടുകൂടി പൈസ തരുമ്പോൾ അവർക്ക് സംശയങ്ങളും ഉണ്ടാകും. ആസ്റ്റർ മെഡിസിറ്റിന്ന് എനിക്ക് വന്ന ലെറ്ററിൽ ഈ കഴിഞ്ഞ 11-ാം തീയതിയോ 12-ാം തീയതിയോ മറ്റോ ലാസ്റ്റ് ഡേറ്റ് തന്നിരുന്നു ബില്ലിൻ്റെ ബാക്കി അടയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നിൽക്കണം ഞാൻ. എക്സ്പെഷ്യലി അമ്മയ്ക്ക് 15 ദിവസത്തെ മരുന്നിന് വേണ്ടിയിട്ട് വേണ്ടത് 15,500 രൂപയാണ്. 1 മാസം എനിക്ക് വേണ്ടത് 33 രൂപ ഒരു മരുന്നിന്. ഓക്കെ. പിന്നെ വേണ്ടത് ഒരു ബഞ്ച് ഓഫ് മരുന്നിൻ്റെ ലിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആരും ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല. പിന്നെ ഒരമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അമ്മയുടെ മകന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ദയാദാക്ഷിണ്യം വേണമെന്ന് പറയുന്നത് ശടിക്കുന്നതൊക്കെ വെറുതെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ടാത്ത തരം ചിന്തകളാണ്. പൈസ തന്നു, വാങ്ങിച്ചു, ചിലവാക്കി. അതിനുശേഷം ഞാനത് തന്നത് നീ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നുന്നുണ്ട്. കാര്യം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചോദിപ്പിച്ചവർ ഇപ്പം എൻ്റെ കൂടുതലില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ. എന്തിനായാലും
ഈ ഒരു കാര്യത്തിൽ അച്ചായൻ സ്വയം നാണിക്കേണ്ടയോ ലജ്ജിക്കേണ്ടയോ കാര്യമൊന്നുമില്ല. നമുക്കിപ്പം ഒട്ടും പൈസ ഇല്ലാത്തൊരു സാഹചര്യം, അമ്മയെ പുറത്തിറക്കുക അല്ലെങ്കിൽ അമ്മയെ ഡിസ്ചാർജ് ചെയ്യുക, അമ്മയെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജനങ്ങളോട് പൈസ ചോദിക്കുന്നു. അങ്ങനെ പൈസ ചോദിക്കുന്നതിലോ പൈസ വാങ്ങിക്കുന്നതിലോ ഒരു തെറ്റുമില്ല. ഒരുപാട് ആൾക്കാർ അത് ചെയ്യാറുള്ളതാണ്. കാരണം ആ സാഹചര്യം അങ്ങനെയാണ്, നമ്മുടെ സിറ്റുവേഷൻ അതാണ്, നമ്മുടെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ പൈസ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അതൊരിക്കലും തെറ്റുമല്ല. പക്ഷേ അങ്ങനെ കിട്ടുന്ന പൈസ എത്ര കിട്ടി, അത് എത്രത്തോളം ചെലവാക്കി, ബാക്കി എത്ര ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളോട് പറയണം. കാരണം അത് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പൈസ ഇട്ട് തന്ന ആൾക്കാർക്ക് അത് അറിയണം. അപ്പോൾ അതിനുശേഷം 1 മാസം പോലും ആയില്ല. അപ്പോൾ ആ 1 മാസം ആകുന്നതിനിടയ്ക്ക് നിങ്ങൾ വലിയ കാർ എടുത്ത് മൂന്നാർക്ക് പോകുന്നു, പുതിയൊരു കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ചെലവ് വരുമെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണം നിങ്ങളും കൂടിയാണ്. ഇപ്പോൾ BMW എടുത്ത് മൂന്നാർക്ക് പോകുന്നു എന്ന് പറഞ്ഞ് റീലിടുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ? അപ്പോൾ ഇതിനൊക്കെയുള്ള പൈസ എവിടുന്നാണ് എന്നുള്ള ചോദ്യം ആൾക്കാരുടെ ഉള്ളിൽ വരും. അപ്പോൾ ആൾക്കാർ ചോദ്യം ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അങ്ങനെ കൊടുക്കാതിരുന്നാൽ അതാണ് തെറ്റ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ പൈസ ആവശ്യപ്പെടുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രൂഫ് ഹാജരാക്കാൻ പറ്റുമല്ലോ. ഇപ്പം എത്ര രൂപ പിരിച്ചു കിട്ടി, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര രൂപ വന്നു, അതിൻ്റെ പ്രൂഫ് ഹാജരാക്കാൻ പറ്റുമല്ലോ. അതിനുശേഷം ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്ര രൂപ ചിലവായി, അമ്മയ്ക്ക് വേണ്ടി എത്ര രൂപ മുടക്കി, ഇപ്പം മരുന്നിന് വേണ്ടി എത്ര രൂപ മുടക്കുന്നു, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് ഹാജരാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പം ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ, ഇങ്ങനെ ചാരിറ്റി പറഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രൂഫ് ഹാജരാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ വാങ്ങിക്കുമ്പോൾ ആ പൈസ മാക്സിമം അതിന് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നീട് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാതിരിക്കുക. അമ്മയ്ക്ക് വേണ്ടി ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി ആ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പം അങ്ങനെ ചിലവാക്കുന്നുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ കമന്റ് ഇട്ടത്. അപ്പം അതിൽ ജനങ്ങളെ കുറ്റം പറയാനോ നിങ്ങൾക്ക് പൈസ തന്നവരെ കുറ്റം പറയാനോ പറ്റത്തില്ല. ഒരു അപകട സമയത്ത് ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങളെ സഹായിച്ചവരാണ് അവർ. അപ്പം അവരോട് ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഉത്തരം പറയണം. അവർ തെറ്റിദ്ധരിച്ചതിൽ അവരെ നമുക്ക് തെറ്റു പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, ഇവർ തമ്മിൽ കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പം ഇവർ തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ ഇവർ തമ്മിലൊരു വലിയ ഏജ് ഗ്യാപ്പ് ഉണ്ട്. അതും ആൾക്കാർ ഇങ്ങനെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. കമന്റിൽ തുടങ്ങും എല്ലാവരും ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് എത്തുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ആതിരക്കുട്ടിയും ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ട് വീഡിയോസിൻ്റെ ഒക്കെ താഴത്ത് വന്ന കമന്റ്, എടാ ഇവിടെ സൗന്ദര്യവും പ്രായമൊന്നും അല്ലടാ, പണമാണ് മുഖ്യം. എന്നാൽ പൊന്നു പ്രിയപ്പെട്ട പൊതുജനമേ, എൻ്റെ കയ്യിൽ 10 പൈസയില്ല, പണം കണ്ടിട്ടൊന്നും അല്ല വന്നത്. എൻ്റെ സിറ്റുവേഷൻ, അതായത് ഒരു മനുഷ്യനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് കൂടെ നിൽക്കാമെന്നൊരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ആ വാക്കിൽ ഞാൻ തിരിച്ചു ചോദിച്ചു, എനിക്ക് പ്രേമം എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് താല്പര്യമില്ല, കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് തമാശക്കാണോ സീരിയസ് ആയിട്ടാണോ ചോദിച്ചു പറയുമ്പോൾ നാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, അത് അച്ചായനോട് ചോദിച്ചു. ആ ചോദിച്ച ചോദ്യത്തിന് നാളെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ നാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നലെ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്തത്. ഷോർട്ട് പീരീഡ്. അതിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും ഒക്കെ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, നീ കല്യാണം കഴിച്ച് ഞങ്ങൾ അറിയിച്ചില്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് ഒത്തിരി സങ്കടം പറയണവരുണ്ട്. ഞാൻ ഇപ്പോഴും പറയാണ്, ഈ കുട്ടിയുടെ കഴുത്തിൽ താലി വെക്കുന്നത് വരെ ഞാൻ ഷുവർ അല്ലായിരുന്നു ഇത് എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സാണ്, നേരത്തെ ഒരുപാട് മുമ്പോട്ട് പരിചയമുണ്ട്. പക്ഷെ ആ ബന്ധം അങ്ങനെ വലിയ രീതിയിലൊന്നും ഇല്ലായിരുന്നു. അമ്മയുടെ അസുഖവും ആശുപത്രിയും കാര്യങ്ങളൊക്കെ എപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വന്നു. ഇപ്പോൾ ഇവിടെ ഒരാളില്ല, ഞാനെന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയെ നോക്കാനായിട്ട് അല്ലെങ്കിൽ അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് ഒരാൾ വേണമെന്നുള്ള രീതിക്ക് ഞാൻ നടക്കാൻ കൂടിയല്ല വന്നത്. എന്തായാലും എനിക്ക് നല്ലൊരു ഉപകാരമായിരുന്നു. ഏൽപ്പിച്ചിട്ട് എനിക്ക് തോന്നിയ പോലെ പോകാൻ പറ്റിയിരുന്നു. അതായത് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകാതെ ഞാൻ സ്ട്രക്കായിരുന്നു ഇവിടെ. അപ്പോൾ അമ്മയായിട്ടുള്ള ഇൻട്രാക്ഷൻ ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഇവർ തമ്മിലാണ് ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ കണക്ഷൻ ആയത്. അതാണ് ഞാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ അമ്മയാണ്. ഓക്കെ, അപ്പം ഇവരെ തമ്മിൽ ഒന്നിപ്പിച്ചത് അമ്മയാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ആതിര പുള്ളിക്കാരന്റെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്നിരുന്നു. അങ്ങനെയുള്ള പരിചയമാണ്, അങ്ങനെയുള്ള കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ചതാണ്, പുള്ളിക്കാരിയുടെ തന്നെ സമ്മതത്തിൽ പെട്ടെന്ന് കല്യാണം കഴിച്ചതാണെന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം. അവർ തമ്മിൽ സന്തോഷത്തോടു കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഒന്നിച്ച് ഒരു തീരുമാനമെടുത്ത് കല്യാണം കഴിച്ചതാണെന്നുണ്ടെങ്കിൽ സന്തോഷം. അതല്ല സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രതികാരത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടി കല്യാണം കഴിച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെയാണ് പോകുന്നത്. അങ്ങനെയൊന്നും ആരും കല്യാണം കഴിക്കാതിരിക്കുക. കല്യാണം എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിവാദം ഉണ്ടാകും. ആ വിവാദങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ മതി. അതിനുശേഷം പിന്നെ വിവാദങ്ങളൊന്നും തന്നെ നിങ്ങളെ പിന്തുടരത്തില്ല. മെയിനായിട്ടുള്ള വിവാദം എന്ന് പറയുന്നത് ഈ പൈസയുടെ കാര്യമാണ് മെയിനായിട്ടുണ്ടായ വിവാദം. അതിന് സോജൻ അച്ചായന് തന്നെ മറുപടി കൊടുക്കാൻ പറ്റും.
നിങ്ങൾ പൈസ അനാവശ്യമായിട്ട് ദൂർത്തടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൂഫ് ഹാജരാക്കാൻ പറ്റും. ആ പ്രൂഫ് എന്തായാലും കാണിക്കണം. ഇപ്പം ഞങ്ങളെ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് പൈസ ഇട്ട് തന്ന ആ വ്യക്തികളുടെ മുമ്പിൽ പ്രൂഫ് ഹാജരാക്കണം. അത് ചെയ്യുന്ന ഒരു മര്യാദയാണ്, നമ്മുടെ ഒരു മര്യാദയാണ്. ആ മര്യാദ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ സംശയമെല്ലാം മാറും. ഇനി ഏറ്റവും ഒടുവിലായിട്ട് BMW എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ആ റിയൽ കണ്ടിട്ടാണ് ആൾക്കാർ കൂടുതലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇവർ BMW വാങ്ങിച്ചോ, സോജൻ അച്ചായൻ്റെതാണോ ആ BMW? അതിനുള്ള മറുപടിയും സോജൻ അച്ചായൻ തരുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഇവിടെ എൻ്റെ ഫ്രണ്ട് മാഹിൻ എന്നിട്ടൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ പഴയ BM ഒക്കെ ശരിയാക്കി എടുത്തിട്ട് എറണാകുളത്ത് വരുമ്പോഴത്തേക്ക് എന്നെ കാണാൻ വരുമെന്ന് പറയുന്നു. അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത. എന്നെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ, ഇതാണ് ഇപ്പോൾ കൂടി നിങ്ങൾ കേട്ട മെസ്സേജ് പോലെ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലുണ്ട്, കല്യാണ പെണ്ണ് ഞാനുണ്ട്, നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. അപ്പോൾ അവൻ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് എൻ്റെ വണ്ടി എടുത്ത് പുറത്തിട്ടിട്ട് അവൻ്റെ വണ്ടി നമ്മുടെ ഗാരേജിൽ കയറ്റിയിട്ടിട്ട് ഹണിമൂൺ മൂന്നാർ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഞാനൊരു ക്യാപ്ഷനൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇന്നലെ രാത്രി പോസ്റ്റ്. എൻ്റെ പൊന്നു മച്ചാനെ. അത് കഴിഞ്ഞിട്ട് ഈ രോദനം എന്ന് പറഞ്ഞില്ലേ, അതാണ് കമന്റ് ബോക്സിൽ മൊത്തം. അപ്പോൾ പുള്ളിക്കാരൻ്റെതല്ല ആ BMW, വെറുതെ റിയലിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് കണ്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. തീർച്ചയായിട്ടും ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പോൾ അങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാതെ ഇരിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മുടെ കയ്യിലെ പൈസയാണ്. പക്ഷെ നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചൊരു സാഹചര്യത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ ഇരിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾ പ്രൂഫ് ഹാജരാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രൂഫ് ഹാജരാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച സ്ഥിതിക്ക് ജസ്റ്റ് ജനങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് പ്രൂഫ് ഹാജരാക്കുക. ജനങ്ങളുടെ മൊത്തത്തിലല്ല. ഈ നോർമലായിട്ട് വെറുതെ നെഗറ്റീവ് വന്നിരുന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവർക്ക് നിങ്ങൾ മറുപടി ഒന്നും കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് പൈസ ഇട്ട് തന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കുക. അവർക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ സന്തോഷമാണ്. നിങ്ങൾ സുഖമായിട്ട് സന്തോഷത്തോടിട്ട് ജീവിക്കുക.